പീസായിട്ട് വലിച്ചിട്ട് പോലും അത് ഇളകി വരാത്തൊരവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അത് ഇനി ചെയ്യണമെങ്കിൽ അത് ഓരോ പീസായിട്ട് എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റുന്നതിനുള്ളൊരു ഓപ്ഷൻ നോക്കിയാലേ പറ്റുള്ളൂ. ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംവിധാനമല്ല. കാര്യം നമ്മളൊരു ചെറിയൊരു പീസ് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കവർ പോലും ഇളകി വരുന്ന കണ്ടീഷനിലല്ല. വേസ്റ്റ് ഫുള്ള് ബ്ലോക്ക്, ഇത് സോളിഡ് ബ്ലോക്കാണ്. 1.5 മീറ്ററോളം ഹൈറ്റുള്ള ഒരു ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് വലിച്ചിട്ടൊന്നും വരാത്തത്. അതിനോടയിൽ ചെളിയൂടെ ചേർന്നിട്ട് അത് വെള്ളം പോലും സെറ്റായ അവസ്ഥയിലാണ്. നമ്മൾ വെള്ളം അടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, വെള്ളം അതിനകത്തോട്ട് കയറുന്നില്ല. ഈ ബ്രാഞ്ചിൻ്റെ പവറിൽ ഫുൾ പവറിൽ അടിച്ചിട്ട് പോലും അത് ഉള്ളിലോട്ട് കയറുന്നില്ല. ഈ പ്രക്രിയ കൊണ്ട് വെള്ളം അടിച്ച് അതിനെ ഇളക്കി പിരിച്ചുവിടാന്നുള്ളത് നീണ്ടുപോകും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കുറേച്ചേ വരുന്നുള്ളൂ കവർ, അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ ഇത്രയും പ്രഷറിൽ അടിച്ചിട്ടും ഇത്രേ വരുന്നുള്ളൂ. ഇപ്പോൾ ബാക്ക് വാഷ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയെന്ന് പറയും. അതവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് കെട്ടി നിർത്തിയിട്ട് ഒരുമിച്ച് അത്രയും ലിറ്റർ വെള്ളം ഒരുമിച്ച് വിടും, അതിനെ തുറന്നു വിടും. അപ്പോൾ ഇത് പ്രഷർ അത്രയും ഹെവി ഏരിയയിലുള്ള വെള്ളം എന്ത് ചെയ്യും, ഒരുമിച്ച് വരും. അത് സാധ്യമാണോ ഇതുപോലെ ഈ ബ്ലോക്ക്? ചിലപ്പോൾ ഇളകി വരാം. കാര്യം ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോൾ ബോഡിക്ക് ഒരു ചെറിയൊരു മൂവിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തള്ളിക്കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ലാതില്ല. ഇത് അടിയിൽ തടിങ്ങി നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ എന്ത് ചെയ്യാം, അതിങ്ങ് പോരാ. ഓരോ ഇതായിട്ട് പരീക്ഷിച്ച് പറ്റും. ഇതിനകത്തോട്ട് കയറിയാൽ അതിൻ്റെ ഭീകരത മനസ്സിലാവും. നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്ന വെള്ളമുണ്ട്, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? വെള്ളം അവിടെ കെട്ടി നിർത്തുന്ന പരിപാടി നടക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത്. വെള്ളം നമ്മൾ പ്രയോഗിച്ച ഈ രീതി ഫ്ലഷിംഗ് കൊണ്ട് ഇപ്പം പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതി മാറ്റിയിട്ട് അടുത്തൊരു രീതിയാണ് നമുക്ക് ആലോചിക്കുന്നത്. ബാക്ക് വാഷ് തടയണായിട്ട് വെള്ളം നിർത്തിയിട്ട് അതിനെ ഫുള്ളായിട്ട് തുറന്നു വിടുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഈ പദ്ധതി നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്, അടുത്ത പദ്ധതിയിലേക്ക് പോവുകയാണ്. അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ വെള്ളം അല്ല, അത് അവസാനിപ്പിച്ചില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറി അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സാറുമായിട്ട് അവിടെ നിന്ന് സാറുമായിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ ആലോചിച്ചതിന് ശേഷം അത് അപ്പർ സൈഡാ സാറുമായിട്ട് അതെ ആർഫ് സാർ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നേവി വരുന്ന സംബന്ധിച്ചുള്ള അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല.